ഞങ്ങളൊരു തിരുവാതിര ടീമാണ് കേട്ടോ. പേര് ശ്രീഭദ്ര. എല്ലാ വർഷത്തെയും പോലെ ഈ വെക്കേഷൻ ടൈമിൽ ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു അതിരപ്പള്ളി വാഴച്ചാൽ. ആദ്യം ഞങ്ങൾ പോയത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലാണ്. അവിടെ തൂക്കുപാലത്തിൽ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇത് അവിടെ വെച്ച് കണ്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. ഈ നടന്നു പോണതാണ് കേട്ടോ അമ്പാടി. ഞങ്ങൾ 16 പേരുടെയും കൂടി ആകെയുള്ളൊരു ആന്തരിയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം ഞങ്ങൾ അമ്മമാരെന്ന റോള് മാറ്റിവെച്ച് ഞങ്ങളെല്ലാം ഒരു കുട്ടികളുടെ റോൾ ഏറ്റെടുത്തു കേട്ടോ. ഞാനും നിഷ ചേച്ചിയും കൂടിയാണ് ഈ ഇരുന്നാടുന്നത്. ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ, സജിനി ചേച്ചി. അഞ്ജുവിനെയൊക്കെ രേവതി എടുത്ത് ഉന്തി മറിക്കുവാണ്. ഇതിലിങ്ങനെ വട്ടത്തിൽ കറങ്ങുമ്പോൾ എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്നോ. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഈ അരുവി പോലുള്ള സ്ഥലത്ത് പോയിരുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഇതും ഫോട്ടോയാണെന്ന് കരുതി ഞങ്ങളെല്ലാം അനങ്ങാതിരിക്കുന്നത്. പിന്നെയാണ് അറിഞ്ഞത് വീഡിയോ ആയിരുന്നെന്ന്. ഇത് ഞങ്ങളുടെ ബിന്ദു ചേച്ചിയും സജിനി ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി എത്തി. ഫസ്റ്റ് തന്നെ ചെന്നത് ഉപ്പിലിട്ടതിൻ്റെ അടുത്തോട്ടാണ്. മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഞാൻ വാങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്ന് മേളിലെത്തുമ്പോഴാണ് അറിയുന്നത് അവിടെ വെള്ളമില്ല. പക്ഷെ വെയിലും ചൂടും നല്ല കാര്യമായിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ നടന്ന് അങ്ങ് ദൂരേക്ക് പോയി. അവർ വരാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നീട് ദേ ഈ വഴിയിലൂടെ കുറച്ച് നേരം താഴേക്ക് നടക്കുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാം. ഇറങ്ങിപ്പോകാൻ വലിയ കുഴപ്പമില്ലെങ്കിലും തിരിച്ചു കയറുമ്പോൾ നമ്മൾ ശരിക്കും ടയേർഡാവും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സീനറി കാണാൻ. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്നത് നല്ല പാവക്കുട്ടികളുടെ അടുത്തോട്ടാണ് കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ അപ്പം പിള്ളേർ ഓർമ്മ വരും കേട്ടോ. പിന്നെ അവർക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെയും ഞങ്ങൾ വണ്ടി കയറി യാത്ര തുടർന്നു. ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഉള്ള ഫുഡ് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നാട്ടോ കൊണ്ടുവന്നത്. ഞാൻ ചോറ്, കോവയ്ക്ക, മുട്ട, അച്ചാറാണ് എടുത്തത്. രാവിലത്തേക്ക് ഇഡലിയും ദോശ, ചമ്മന്തി, സാമ്പാർ. 3:30 എഴുന്നേറ്റിട്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ തവണ ഞങ്ങളെല്ലാം ഒരു പാറപ്പുറത്തിരുന്നാണ് ഫുഡ് കഴിച്ചത്. ഇത്തവണ കുരങ്ങനെ പേടിച്ച് ഇവിടെയാട്ടോ കിട്ടിയത്. പിന്നീട് ഞങ്ങൾ പോയത് വാഴച്ചാലിലേക്കാണ്. ഇവിടെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇതിലും കൂടുതൽ വെള്ളം ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. വെള്ളം ഒഴുകി വന്ന ശബ്ദം കേൾക്കാൻ തന്നെ ഒരു വല്ലാത്ത ഫീല്. ഇതൊക്കെ ഞങ്ങൾ അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഏറ്റവും ചെറിയ ആളായ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേയും കൂടിയാണിന്ന്. അപ്പോൾ വൈപ്പിൻ ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് വണ്ടിച്ചേട്ടന്മാരും പാട്ടൊക്കെ ഇട്ട് നിന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ. പിന്നെ വണ്ടി കയറി എൻജോയ് ചെയ്ത് എല്ലാവരും തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു.